നമസ്കാരം. ഗാസ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈജിപ്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയുടെ ഒന്നാം ഘട്ടം അവസാനിച്ചു. അനുകൂല സാഹചര്യത്തിലാണ് ചർച്ച അവസാനിച്ചതെന്ന് ഈജിപ്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖ് റിസോർട്ടിലാണ് ചർച്ച നടന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ച 20 ഇന സമാധാന പദ്ധതിയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലായിരുന്നു ചർച്ച നടന്നത്. ബന്ദികളുടെ മോചനവും ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ചയായതെന്നാണ് വിവരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിദേശനായ ഉപദേഷ്ടാവ് ഓഫിർ ഫീഖ്, ബന്ദികളുടെ ചുമതലയുള്ള ഗാൽ ഹിർഷ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഹമാസിന്റെ മുതിർന്ന നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘം ചർച്ചയ്ക്കെത്തിയത്. അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇന്ന് 2ാം വർഷത്തിൽ എത്തി നിൽക്കുകയാണ്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിൽ ഹമാസ് ആക്രമണമുണ്ടായത്. 1195 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. ഗാസ യുദ്ധത്തിന് തുടക്കമായി. 67,130 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. 1,69,580 പേർക്ക് പരിക്കേറ്റു. 251 പേരാണ് യുദ്ധത്തിൽ ബന്ദികളാക്കപ്പെട്ടത്. 146 പേർ മോചിതരായി. 57 ബന്ദികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 2025 സെപ്റ്റംബർ 29-നാണ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള 20 സമാധാന പദ്ധതി അവതരിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഗാസയിലെ സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇസ്രായേലും ഹമാസും അടിയന്തരമായി മുന്നോട്ട് പോകണമെന്ന് ഡൊണാൾഡ് ട്രംപ് പലപ്പോഴായി ആവശ്യപ്പെട്ടിരുന്നു. ചർച്ചകളിൽ വേഗത കൈവരിച്ചില്ലെങ്കിൽ മേഖലയിൽ വൻ രക്തച്ചൊരിച്ചിലിന് സാധ്യതയുണ്ടെന്നാണ് ട്രംപ് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. സാധ്യമായ വെടിനിർത്തൽ സംബന്ധിച്ച് ഇസ്രായേലും ഹമാസും ഒക്ടോബർ 6-ന് ഈജിപ്തിൽ ചർച്ചകൾക്കായി ഒരുങ്ങുന്ന നിർണായക സന്ദർഭത്തിലായിരുന്നു ഇത്തരത്തിൽ ട്രംപിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമായിരുന്നു. സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. ആദ്യഘട്ടം ഈ ആഴ്ച പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘർഷം താൻ തുടർന്നും നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമയം അനിവാര്യമാണ്, അല്ലെങ്കിൽ വൻതോതിൽ രക്തച്ചൊരിച്ചിലുണ്ടാകും, ആരും കാണാൻ ആഗ്രഹിക്കാത്ത ഒന്ന് എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഈ ചർച്ചകളുടെ ഗൗരവവും പരാജയപ്പെട്ടാലുള്ള ഭവിഷ്യത്തുമൊക്കെ അടിവരയിടുന്നുണ്ട്. ബന്ദിമോചനം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം ലോകശ്രദ്ധ ആകർഷിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ട്രംപിന്റെ നിർബന്ധപൂർവമായ ഇടപെടൽ. ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ച് ഹമാസുമായും മറ്റു ലോക രാജ്യങ്ങളുമായും പോസിറ്റീവ് ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് റിപ്പബ്ലിക്കൻ നേതാവ് അവകാശപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും, എന്നാൽ അതിലും പ്രധാനമായി മിഡിൽ ഈസ്റ്റിൽ സമാധാനം വളരെ കാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഹമാസുമായും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായും ഈ വാരാന്ത്യത്തിൽ വളരെ നല്ല ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾ വളരെ വിജയകരമായിരുന്നു, വേഗത്തിൽ പുരോഗമിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അന്തിമ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും വ്യക്തമാക്കുന്നതിനുമായി സാങ്കേതിക സംഘങ്ങളാണ് കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ വീണ്ടും യോഗം ചേർന്നതെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യ ഘട്ട ബന്ദികളെ മോചിപ്പിക്കുന്നതായിരിക്കും. ഒക്ടോബർ 3-ന് രാത്രിയാണ് ഗാസ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ ഹമാസ് അംഗീകരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കൽ, ഇസ്രായേലിന്റെ പിൻവാങ്ങൽ, ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കൽ, ഫലസ്തീൻ പ്രദേശത്തു നിന്ന് ഫലസ്തീനികളെ പുറത്താക്കുന്നതിനെതിരെയുള്ള എതിർപ്പ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. തന്റെ സമാധാന പദ്ധതി അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ നരകവും അനുഭവിക്കണമെന്നോ അമേരിക്കൻ പ്രസിഡന്റിന്റെ അന്ത്യശാസനം നൽകിയതിനെ തുടർന്നായിരുന്നു ഈയൊരു നീക്കം. തുടർന്ന് ട്രംപ് ഹമാസിനോട് വേഗത്തിൽ നീങ്ങുവാനും ഇസ്രായേലുമായി സമാധാന കരാറിൽ ഏർപ്പെടുവാനും അല്ലെങ്കിൽ ഗാസയിൽ കൂടുതൽ നാശം വിതയ്ക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ബോംബാക്രമണം നിർത്താനും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ട്രംപിന്റെ മുന്നറിയിപ്പിന് മണിക്കൂറുകൾക്ക് ശേഷവും ഇസ്രായേൽ ആക്രമണം നടത്തുകയും 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരു ദിവസത്തിന് ശേഷം ഇസ്രായേൽ പ്രാരംഭ പിൻവലിക്കൽ രേഖയ്ക്ക് സമ്മതിച്ചതായും ഹമാസിന്റെ സ്ഥിരീകരണത്തിന് ശേഷം വെടിനിർത്തൽ ഉണ്ടാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഗാസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും വരും ദിവസങ്ങളിൽ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രഖ്യാപിച്ചു. എന്നാൽ ഇത് ഇപ്പോഴും അന്തിമമായിട്ടില്ല. തങ്ങൾ അതിനായി ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു. വരും ദിവസങ്ങളിൽ സുക്കോട്ടിന്റെ അവധിക്കാലത്ത് പോലും നമ്മുടെ എല്ലാ ബന്ദികളുടെയും തിരിച്ചുവരവ് നിങ്ങളെ അറിയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. എങ്കിലും ഹമാസിന്റെ എളുപ്പമുള്ളതോ കഠിനമായതോ ആയ വഴികളിലൂടെ നിരായുധീകരിക്കുമെന്ന് നെതന്യാഹു പ്രതിജ്ഞയെടുത്തു. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങില്ലെന്ന് അദ്ദേഹം സൂചന നൽകി. ഇത് ഹമാസിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തുടർന്ന് കൈവശം വയ്ക്കും. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ ഹമാസിനെ നിരായുധീകരിക്കും. നയതന്ത്രപരമായോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സൈനിക പാതയിലൂടെയോ, ട്രംപിന്റെ പദ്ധതിയിലൂടെ നയതന്ത്രപരമായോ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന സൈനിക നടപടികളിലൂടെ ഇത് സംഭവിക്കും.
ഇത് എളുപ്പ വഴിയിലൂടെയോ കഠിനമായ വഴിയിലൂടെയോ സംഭവിക്കുമെന്നുമാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഇടപെടൽ ഒരു പാർട്ടികൾക്ക് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ബന്ദിമോചനം, സൈനിക പിന്മാറ്റം, നിരായുധീകരണം എന്നീ 3 പ്രധാന വിഷയങ്ങൾ എതിർപ്പുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഗാസയിലെ സമാധാനം എന്നത് അത്യന്തം ദുർഘടമായ ഒരു പാതയിലൂടെയായിരിക്കും മുന്നോട്ട് പോവുക. ഈജിപ്തിൽ നടക്കുന്ന ചർച്ചകളാണ് ഈ മുറിവുകൾക്ക് താൽക്കാലിക ആശ്വാസമെങ്കിലും നൽകാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കുന്ന ഒരു ഘടകം.